ഡിയർ ഗെയിം ആസ്പിരൻസ്, നിങ്ങൾ ഈ വിൻഡോയിൽ എത്തിയോ? നിങ്ങൾ ഈ വിൻഡോയിൽ എത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ യൂസർ നെയിം, പാസ്വേഡ്, ക്യാപ്ച, അതിനുശേഷം OTP ഫോണിലേക്ക് ജനറേറ്റ് ചെയ്യുന്നു. ആ OTP അടിക്കുന്നു. അതിനുശേഷം പേയ്മെന്റ് ചെയ്യുന്നു. ജനറൽ കാൻഡിഡേറ്റ്സ് 2000 രൂപ, SC ST OEC-ക്കാർ 500 രൂപ. അപ്പോൾ ആ പൈസ ഇടുക. ആ പൈസ നഷ്ടപ്പെടത്തില്ല. ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയില്ലെങ്കിൽ പോലും, അലോട്ട്മെന്റ് നടന്നില്ലെങ്കിൽ പോലും ആ പൈസ തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം പേയ്മെന്റ് ഒക്കെ ഡൺ ആണെങ്കിൽ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് ഒക്കെ വഴി ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻ ആഡ് ചെയ്യുന്ന വിൻഡോയിലേക്ക് എത്തും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നോക്കിയാൽ വീണ്ടും കൺഫ്യൂഷൻ ജനറേറ്റ് ആവും. 923 ഓപ്ഷൻസാണ്, കോളേജുകളും കോഴ്സുകളും. ഒരുപാട് കോളേജ് ഉണ്ട്, പല ടൈപ്പ് കോഴ്സുകൾ. നോക്കി ഇഷ്ടംപോലെ 50-ൽ കൂടുതൽ കോഴ്സസ് ഉണ്ട് ഇവിടെ. കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെ പലതുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ്, കോസ്റ്റ് ഷെയറിങ്, സെൽഫ് ഫിനാൻസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഗവൺമെന്റ് കൺട്രോൾഡ്, പ്രൈവറ്റ് എന്നുള്ളതാണ്. വീണ്ടും ഇവിടെ പല ടൈപ്പ് സീറ്റുകൾ, ലോവർ ഫീസ് സീറ്റ്, ഹയർ ഫീസ് സീറ്റ്, മൈനോറിറ്റി സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പല ടൈപ്പ് സീറ്റുകളുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഫിൽട്ടറാണ്. ഈ 923 എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ഇരിക്കുകയാണ്. പല പല കോളേജുകളും കോഴ്സുകളും. നിങ്ങൾ ഉന്തിക്കൊണ്ട് പോകുന്ന വണ്ടി ഇതാണ്ട് ഇവിടെയാണ്. ഇതിപ്പോൾ നിലവിൽ കാലിയാണ്. ഇതാണ് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളും കോഴ്സുകളും പൊക്കിയെടുത്ത് ഇപ്പുറത്ത് ഇടുക എന്നുള്ളതാണ് ഓപ്ഷൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം. പക്ഷെ ആഡ് ചെയ്യുമ്പം സൂക്ഷിക്കണം. ഏറ്റവും ആദ്യം ആഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജും കോഴ്സുമാണ്. അതിപ്പം ഡ്രീം കോളേജും ഡ്രീം കോഴ്സും നിങ്ങൾക്ക് കിട്ടാൻ ചെറിയ സാധ്യത, മനസ്സിലായില്ലേ, 0.001% സാധ്യത ഉള്ളുവെങ്കിലും തീർച്ചയായിട്ടും ആ മികച്ച കോളേജും മികച്ച കോഴ്സും ഇവിടെ ആദ്യം ആഡ് ചെയ്തിരിക്കണം. പതുക്കെ താഴേക്ക് പോകുമ്പോഴത്തേക്കും പകിട്ട് കുറയുന്നു. സോ ആ ഡ്രീമി ഒരു സിറ്റുവേഷൻ കുറഞ്ഞ് റിയാലിറ്റിയിലേക്ക് വരും. റിയാലിറ്റി വീണ്ടും താഴേക്ക് പോയിട്ട് ഒരു വേഴ്സ് സിനാരിയോയിലേക്ക് വരും, പ്ലാൻ ബിയിലേക്ക് വരും. കാരണം ആ ഓർഡർ, ആ പ്രയോറിറ്റി വേണം നിങ്ങൾ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ. അതാണ് ലോജിക്ക്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ തീരെ ഇഷ്ടപ്പെടാത്തൊരു കോളേജും കോഴ്സും മണ്ടേ കൊണ്ട് വെക്കരുത്. ഇതിൽ ആദ്യം കാണുന്നത് എന്താണോ അതാണ് നിങ്ങൾക്ക് ആദ്യം തരാനായിട്ട് ശ്രമിക്കുന്നത്. മനസ്സിലായി? നിങ്ങളുടെ റാങ്ക് എത്തുമ്പോൾ നിങ്ങളെ നോക്കിയിട്ട് ഇവൻ ആദ്യം ചോദിച്ചിരിക്കുന്ന കോളേജും കോഴ്സും അത് തരാൻ മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആദ്യം മോശം കോളേജും മോശം കോഴ്സും വെക്കരുത്. അത് ഏറ്റവും മികച്ചതൊക്കെ വെക്കുക. ഏറ്റവും മികച്ചത് ഈ 923 നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സും ഇവിടെ ആദ്യം എടുത്ത് വെക്കുക. അപ്പം കേരളത്തിന്റെ പാറ്റേൺ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാവർക്കും കാണാതറിയാം. CET കമ്പ്യൂട്ടർ സയൻസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ. അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? കോഴ്സസിനകത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ് ഉണ്ട്, അതും ഇതൊക്കെ ഉണ്ട്, ഒരുപാട് സാധനമുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലേ, വേറെ ഡെക്കറേഷൻ ഒന്നും ഇല്ല. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് CS ഡിപ്പാർട്ട്മെന്റ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? CET എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി അതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ തന്നെ CET ഗവൺമെന്റ് എയ്ഡഡ്, ഫീസ് 9650 രൂപ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡെപ്പോസിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. CET എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, കേരളത്തിലെ നമ്പർ 1 കോളേജ് എന്ന് പറയുന്ന കോളേജ് അല്ലേ. അതിന്റെ കോഡ് നിങ്ങൾ ശ്രദ്ധിച്ച് TV എന്നാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമ്പർ അവിടെ വന്ന കണ്ടോ, ഇപ്പുറത്ത് വന്ന കണ്ടോ, ഇപ്പുറത്ത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് അത് വന്നിരിക്കുക. ഇത് 1 ആഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അറിയാതെ കൈതെറ്റി വേറൊരു കോളേജോ വേറൊരു കോഴ്സോ ആയിപ്പോയെന്ന് വിചാരിക്കുക. വിഷമിക്കാനില്ല. ഇതിന്റെ ഓർഡർ എപ്പോഴും മാറ്റാം. ഇത് എപ്പോഴും നിങ്ങൾക്ക് ഡിലീറ്റും ചെയ്യാം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് റീഓർഡറും ചെയ്യാം. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഇനി അടുത്തയാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ചിലർ പ്ലേസ്മെന്റ് നോക്കിയിട്ട് മോഡലിലേക്ക് പോകും, പക്ഷെ ചിലർ ഫീസ് നോക്കിയിട്ട് തൃശ്ശൂരിലേക്കോ TKM-ലേക്കോ പോകും. അപ്പോൾ കാരണം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫീസ് ഇത്തിരി കൂടുതലാണ്, പക്ഷെ നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ട്. CET-യുടെ ഒപ്പം തന്നെ അല്ലെങ്കിൽ CET-നെ ചില സമയത്ത് മറികടക്കുന്ന തരത്തിലുള്ള നല്ല പ്ലേസ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അടുത്തത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ മോഡൽ എന്ന് പറയുന്ന പക്ക ഗവൺമെന്റ് അല്ല, അത് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് ആണ്. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്യുന്നു. സെയിം ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, എന്നിട്ട് അവിടെ തന്നെ വീണ്ടും മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി ഇപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം 10-21 കോളേജ് ഉണ്ട്. ഏതാ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ്. കമ്പ്യൂട്ടർ സയൻസ് മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സെർച്ച് ബൈ കോളേജ് നെയിം കൊടുത്തിട്ട് അവിടെ ഞാൻ മോഡലിന് അടിക്കാൻ പോവാം. MODEL സെർച്ച്. ഓക്കെ, അപ്പോൾ എന്തായി? മോഡൽ വന്നുണ്ടോ? മോഡലിൽ തന്നെ വീണ്ടും നോക്കുമ്പോൾ എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ. കാരണം മോഡൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ വീണ്ടും എന്തുണ്ട്? മെറിറ്റ് ഫുൾ ഫീ ഉണ്ട്, മെറിറ്റ് ലോവർ ഫീ ഉണ്ട്. ഇത് 2 ഉണ്ട്. ഇതൊരു കൺഫ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ ഏത് ആഡ് ചെയ്യും? ഞാൻ പറയുന്നു മെറിറ്റ് ഫുൾ ഫീ എന്ന് പറയുന്നത് 75,000 രൂപയോളം ഫീസ് വരും, ട്യൂഷൻ ഫീ മാത്രം. ഇവിടെ മെറിറ്റ് ലോവർ ഫീ 45,000 ഉള്ളൂ. അപ്പോൾ ഫീസ് കുറവുള്ളതല്ലേ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള ഏറ്റവും മേളിൽ, ഇഷ്ടം കുറയും തോന്നുന്നു താഴേക്ക്. അപ്പോൾ ലോവർ ഫീസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നോക്കി ലോവർ. ആ ഹയർ ഫീസ് വരുന്നത് സെയിം മോഡലിലെ കമ്പ്യൂട്ടർ ഹയർ ഫീസ് വരുന്ന കുറച്ചുകൂടെ താഴെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതൊരിക്കലും ലോവർ ഫീസിന്റെ മണ്ടേ കൊണ്ട് ആരും ആഡ് ചെയ്യരുത്. അത് മണ്ടത്തരാ. കാരണം ഹയർ ഫീസ് ആദ്യം കിട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടിയ ഫീസ് പഠിക്കേണ്ടി വരും. നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ടും ചിലപ്പം കൂടിയ ഫീസിന് പഠിക്കേണ്ടി വരും നിങ്ങൾ ഹയർ എടുത്ത് മേളിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് ഗവൺമെന്റ് കൺട്രോൾഡ് കോളേജിലെ
ലോവർ സീറ്റ് ഉണ്ടോ, ലോവർ ഫീ സീറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ CET കമ്പ്യൂട്ടർ സയൻസ് മോഡൽ അടുത്ത ഇതുപോലെ ഞാൻ ഇനി ഗവൺമെന്റിനകത്തു നിന്ന് തൃശ്ശൂരിനെ കണ്ടുപിടിക്കും, TKM കണ്ടുപിടിക്കും. അതിനുശേഷം എന്താണ് അത് തൃശ്ശൂരുണ്ട് അല്ലേ, തൃശ്ശൂരെ TKM, പിന്നെ ആരെ കണ്ടുപിടിക്കും, പിന്നെ MA കോളേജ് ഉണ്ട് കോതമംഗലം, അതുപോലെ അതിനുശേഷം ബാർട്ടൺ ഹില്ല്, RIT, ഇങ്ങനെയുള്ള നല്ല ഗവൺമെന്റ് കോളേജസ് ഒക്കെ എടുക്കും, ചൂസ് ചെയ്യും. ഓക്കെ, ഇനി പ്രൈവറ്റിന്റെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം രാജഗിരിയും ഫിസാറ്റും മുത്തൂറ്റും പോലെയുള്ള കോളേജുകൾ അല്ലെ, മാർബസിലിസ്, ട്രിവാൻഡ്രം പോലെയുള്ള കോളേജുകൾ അതിന്റെ ഓർഡറിൽ എടുക്കും. ഈ ഓർഡർ എവിടുന്ന് കിട്ടും? ആ ഓർഡർ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, എൻട്രൻസ് കമ്മീഷണറുടെ 2025 കട്ട് ഓഫ് റാങ്കുകൾ വെച്ചുകൊണ്ടുള്ള PDF നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തീരുന്ന കോളേജുകൾ അതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി അതും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, കീം നാവിഗേറ്റർ നമ്മുടെ ഒഫീഷ്യൽ പേജിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഓപ്ഷൻ ലിസ്റ്റ് ജനറേറ്റർ കീം നാവിഗേറ്റർ M-Sigma ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ പോയി നിങ്ങളുടെ എൻട്രൻസ് റാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രോപ്പർ ഒരു നല്ല ലിസ്റ്റ്, അത്യാവശ്യം കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് കിട്ടും. അതിനകത്ത് കോളേജുകളുടെ ഓർഡർ നോക്കുക, ആ ഓർഡറിൽ നിങ്ങളിവിടെ കോളേജസും കോഴ്സസും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫിൽട്ടർ ഓൺ ആണെങ്കിൽ ആ ഫിൽറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളേജസ് മാത്രമേ കാണിക്കുകയുള്ളൂ. നിങ്ങൾ ഗവൺമെന്റ് ആണ് ഓൺ ആക്കിയിട്ടിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇവിടെ മോഡൽ കാണിക്കത്തില്ല. അതുപോലെ ഗവൺമെന്റ് കൺട്രോൾഡ് ആണ്, കോസ്റ്റ് ഷെയറിംഗ് ആണ് ഓൺ ആക്കിയിരിക്കുന്നതെങ്കിൽ ഒരിക്കലും CETയും TKM കാണിക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫിൽട്ടർ ഓൺ ആണെങ്കിൽ കുറേ എണ്ണം മിസ്സിംഗ് ആയിരിക്കും. ഫിൽട്ടർ ഓഫ് ചെയ്തിടാവുന്നേ ഉള്ളൂ, ഓൾ കൊടുക്കാം. അപ്പോൾ ഫിൽട്ടർ ഓഫായി. ഓക്കെ, അതുപോലെ ഇവിടെ മോഡലിന് അടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത് മോഡൽ മാത്രം കാണിച്ചിരിക്കുന്നത്. അതും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു എൻ്റർ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാ കോളേജും വീണ്ടും വരികയാണ്. അപ്പോൾ ഇഷ്ടമുള്ള കോളേജസും കോഴ്സസും ഇവിടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത ശേഷവും ടെൻഷൻ അടിക്കേണ്ട, ഡിലീറ്റ് ചെയ്യാം. ഒന്നാമത് കിടക്കുന്നതിന് വേണമെങ്കിൽ എനിക്ക് രണ്ടാമതോ മൂന്നാമതോ ഒക്കെ കൊണ്ടുപോകാം. ഇടയ്ക്കിടയ്ക്ക് സേവ് കൊടുത്തേക്കുക. അപ്പോൾ അതങ്ങ് ആ ലിസ്റ്റ് അങ്ങ് സേവ് ആയി കിടന്നോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഞാൻ പറഞ്ഞ ലിങ്കിൽ പോവുക, M-Sigma ഗൂഗിളും കീം നാവിഗേറ്റർ ലിങ്ക്, അവിടെ ഓപ്ഷൻ ജനറേറ്റർ ഉണ്ട്, ഓപ്ഷൻ ലിസ്റ്റ് ജനറേറ്റർ ഉണ്ട്. അതിനകത്ത് നിങ്ങളുടെ റാങ്ക് കൊടുത്ത് ഒരു നല്ല ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. തുടക്കത്തിൽ ഡ്രീം കോളേജസ്, ഡ്രീം കോഴ്സസ്, താഴേക്ക് വരുന്നതോറും ഇഷ്ടം കുറഞ്ഞു വരുന്നു അല്ലേ, റിയാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് ആക്ച്വൽ റിയലിസ്റ്റിക് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളിലേക്കൊക്കെ വരുന്നു. വീണ്ടും താഴേക്ക് പോകുമ്പം വേഴ്സ് സെനാരിയോ അല്ലെങ്കിൽ പ്ലാൻ B കോഴ്സസും കോളേജുകളും താഴേക്ക് വരുന്നു. ഗതികെട്ട നമ്മൾ പോകുന്ന കോളേജസും കോഴ്സസും താഴെ കൊണ്ടുപോയി വെക്കണം. അതിൻ്റെ താഴെ ഒരിക്കലും പോവാത്ത കോളേജ് വെക്കണ്ട, മനസ്സിലായി? നമ്മൾ അങ്ങനെ വെക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പോകത്തില്ല. പിന്നെ മറ്റൊരുത്തൻ്റെ അവസരം എന്തിനാണ് കളയുന്നത്? അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പോകാത്ത കോളേജും കോഴ്സസും അതിൻ്റെ അടിയിൽ കൊണ്ട് വെക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ചിലർ പറയും വെച്ചോളൂ എന്ന് പറയും. ഇനി അതൊന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും പോകത്തില്ലെന്ന് അത്ര ഉറപ്പുള്ളത് വെറുതെ അവിടെ വെച്ച് മറ്റൊരാളുടെ അവസരം കളയണമെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങളെക്കാട്ടിലും അല്പം മോശം റാങ്കിങ്ങിലുള്ള ആളാണെങ്കിലും ആ കോളേജും കോഴ്സും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ അവസരം നിങ്ങൾ കളയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ആഡ് ചെയ്യേണ്ട. പക്ഷെ നിങ്ങൾ ഗതികെട്ടാ പോവും എന്ന സാധ്യതയുള്ള കോളേജും കോഴ്സും താഴെ ആഡ് ചെയ്തുള്ളൂ, അവിടെ കൊണ്ട് അവസാനിപ്പിച്ചുള്ളൂ. അപ്പോൾ ആ ലിസ്റ്റ് നിങ്ങളുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജും കോഴ്സും ഇങ്ങനെ ഓർഡറിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം, മനസ്സിലായില്ലേ? 923 വേണമെങ്കിൽ ഫുള്ളും ആഡ് ചെയ്യാം. മോഡലിൽ തന്നെ ലോവർ ഫീസൊക്കെ മേളിലും ഹയർ ഫീസൊക്കെ താഴെ ആഡ് ചെയ്യുക. ഇങ്ങനെ എല്ലാം ആഡ് ചെയ്ത് നല്ലൊരു ഓപ്ഷൻ ലിസ്റ്റ് ആക്കി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് അൾട്ടിമേറ്റ്ലി സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ PDF നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റ് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതും സേവ് ചെയ്ത് വെച്ചിരിക്കണം, സോഫ്റ്റ് കോപ്പി നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം എന്താണ് നിങ്ങൾക്ക് ഒരു 4-5 ദിവസം സമയമുണ്ട്. അപ്പോൾ പതുക്കെ ചെയ്താൽ മതി. പതുക്കെ ഇപ്പം തന്നെ എല്ലാം സേവ് ചെയ്ത് അങ്ങ് സബ്മിറ്റ് ചെയ്ത് കളയണ്ട, സേവ് ചെയ്തെല്ലാം വെച്ചിരിക്കുക. പിന്നീട് നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാം. അപ്പോൾ തൽക്കാലം ഇങ്ങനെ കോളേജുകളൊക്കെ ആഡ് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും കീം നാവിഗേറ്റർ യൂട്യൂബ് ചാനലിൽ വരിക. അതുപോലെ കീം നാവിഗേറ്റർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് വരിക. താഴെ ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യുക, വരിക, നമ്മുടെ ഫാമിലിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി അറിഞ്ഞതിന് ശേഷം ഒരു വെൽ ഇൻഫോംഡ് ഡിസിഷനിലേക്ക് വരിക. അല്ലാതെ അപ്പുറത്തെ ചേട്ടൻ പറഞ്ഞു, അക്ഷയയിലെ ചേച്ചി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കരുത്. വലിയ ബ്ലണ്ടറായി പോകും. അവർക്ക് എത്ര കോളേജുകൾ അറിയാം, എത്ര കോഴ്സുകൾ അറിയാമെന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അങ്ങനെ പോയി അബദ്ധത്തിൽ ചാടി പോകുന്ന ഒത്തിരി പേരുണ്ട്. അത്തരം അബദ്ധങ്ങൾ വരുത്താതെ നമ്മുടെ കീം നാവിഗേറ്റർ M-Sigma ഗൂഗിളും ലിങ്കിൽ പോയിട്ട് ഒരു ഓപ്ഷൻ ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ലൊരു ലിസ്റ്റ് അങ്ങ് ചെയ്തു വെക്കുക. ഒരിക്കലും അബദ്ധങ്ങൾ പിണയരുത്. അബദ്ധം പറ്റിപ്പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? പലരും കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തിട്ടുള്ള വലിയ അബദ്ധങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചിലർ ആദ്യം തന്നെ കൊണ്ടുപോയി വളരെ റാങ്കിങ്ങിൽ മോശമായിട്ടൊരു കോളേജും കോഴ്സും ആദ്യം തന്നെ വെച്ചിട്ട് എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിപ്പോകുന്നു. താഴത്തെ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആവുന്നു. പിന്നെ അടുത്ത എത്ര ഫേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഫേസുകളിൽ അതിൻ്റെ മേലെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഒതുങ്ങേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആദ്യം ആഡ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ 100 ഓപ്ഷൻ ആഡ് ചെയ്തെങ്കിൽ 90ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ താഴത്തെ 10 എണ്ണവും 90ാമത്തെ കിട്ടിയെങ്കിൽ ബാക്കി താഴെ ഉള്ളതില്ലേ, താഴെ ഉള്ളതെല്ലാം ഡിലീറ്റ് ആയി പോകും. പിന്നെ ഒരിക്കലും അത് കിട്ടത്തില്ല. അപ്പം അതിന് മേളിലോട്ടേ പിന്നെ പോകത്തുള്ളൂ. അപ്പോൾ 90 മേളിലോട്ട് പോയിട്ട് ചിലപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു 50ാമത്തെ കോളേജ് വന്നു, വീണ്ടും തേർഡ് അലോട്ട്മെന്റ് എത്തുമ്പോൾ അതിൽ നിന്ന് മേളിലോട്ട് വന്നിട്ട് ഒരു 19ാമത്തെ കോളേജ് വന്നു. അങ്ങനെ മേളിലോട്ട് കയറത്തുള്ളൂ. ഇടയ്ക്കൊരെണ്ണം കിട്ടിയാൽ അതിന് താഴത്തെ എല്ലാം ഡിലീറ്റ് ആയി
ഒബ്വിയസ്ലി, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഒരിക്കലും മോശം മോശം കോഴ്സും കൊണ്ട് വെക്കരുത്. വെച്ച് പോയത് കിട്ടിപ്പോയി കഴിഞ്ഞാൽ അവിടെ ട്രാപ്പായി, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മികച്ച കോളേജും മികച്ച കോഴ്സും ഏറ്റവും ആദ്യം, അല്ലാതെ കിട്ടാൻ ഏറ്റവും ചാൻസ് ഉള്ള കോളേജും കോഴ്സും അല്ല, മനസ്സിലായോ. ഡ്രീമാണ് മേളില്, ചാൻസ് ഉള്ളത് വീണ്ടും താഴെ മതി. അതിൻ്റെ താഴെ പ്ലാൻ ബി, അതിൻ്റെ താഴെ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ബാക്കി വേണമെങ്കിൽ അൽക്കുലത്ത് കുറച്ച് കോഴ്സുകളും വേണമെങ്കിൽ ആഡ് ചെയ്ത് വെക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ഐഡിയൽ രീതി ടു ആഡ് ദ ഓപ്ഷൻ ലിസ്റ്റ്. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടുക. താങ്ക് യു.